നമുക്ക് ഒരു ആഗ്രഹം സാധിക്കുന്നതിനായി ആ ആഗ്രഹത്തെ പൂർണ്ണമായും മനസ്സിൽ ഗ്രഹിക്കുകയും തീവ്രമായി അതിനെ ആഗ്രഹിക്കുകയും ചെയ്യുക. അതിനുശേഷം നമുക്ക് ആത്മാർത്ഥമായി അതിനു വേണ്ടി പരിശ്രമിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമാണ്. പക്ഷേ ആ ആഗ്രഹം തീവ്രമായിരുന്നെങ്കിൽ നമുക്ക് അത് കാലം നടത്തിത്തരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനീഷ് വാര്യർ, വേദിക് ലൈഫ് കോച്ച്. കൊല്ലവർഷം 1200-ആം ആണ്ട് മകരരാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. 2024 ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ 2025 ഓഗസ്റ്റ് 16-ാം തീയതി വരെയുള്ള കാലയളവിലെ, അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ നക്ഷത്ര ജാതകർക്കും അവരുടെ ജാതകത്തിൽ ചന്ദ്രവശാൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒരേ നക്ഷത്രക്കാർക്കാണെങ്കിൽ പോലും വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് വരിക. അവരുടെ രാശിയിലെ ഗ്രഹസ്ഥിതി പ്രകാരം അത് വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഗുണദോഷ ഫലമായിട്ടും വരുന്നതാണ്. മകരക്കുറ ഉത്രാടത്തിന്റെ 2, 3, 4, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് മകരക്കുറ. മകരരാശി എന്ന് പറയുമ്പോൾ മകര മത്സ്യം എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് മാനിന്റെ തലയും മത്സ്യത്തിന്റെ വാൽഭാവവും കൂടിയ ഒരു വിചിത്ര രൂപമാണ് മകര നക്ഷത്രത്തിന്. മകരരാശിക്കാർ പൊതുവെ ശുദ്ധന്മാരായിട്ടാണ് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ അവർ മനസ്സിലുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ആരോടും തുറന്ന് സംസാരിക്കാത്ത ഒരു പ്രകൃതിയുമാണ്. പക്ഷെ അവർക്ക് വളരെയധികം ക്ഷമ കൂടുതലാണ്. പൊതുവെ മകരരാശിക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതേപോലെ തന്നെ ദോഷങ്ങളും വന്നു ഭവിക്കുന്നതാണ്. പൂർവികമായ സ്വത്ത് ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ വർഷമുണ്ട്. അതേപോലെ തന്നെ ഉദ്യോഗലബ്ധി, സ്ഥാനലബ്ധി, ധനലാഭം പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു നഷ്ടവും അവിടെ പറയുന്നുണ്ട്. അശ്രദ്ധ മൂലം ധനനഷ്ടം വരിക, അപകടങ്ങളിൽ ചെന്നപ്പെടുക എന്ന് പറഞ്ഞ ഒരു വർഷം കൂടിയാണ് മകരരാശിക്കാർക്ക് ഈ വർഷം. അതേപോലെ തന്നെ മനക്ലേശം മൂലം ആരോഗ്യ ദോഷവും പറയുന്നുണ്ട്. ആരോഗ്യത്തിൽ പലതരത്തിലുള്ള വ്യാധികൾ വരിക, അപകടങ്ങൾ സംഭവിക്കുക, അതുമൂലം നമുക്ക് ആശുപത്രിവാസവും അതിലൂടെ ധനനഷ്ടവും പറയുന്നുണ്ട്. പക്ഷെ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ രാശിക്കാർ ഈ വർഷത്തെ കൈകാര്യം ചെയ്യാനായിട്ട്. ഉത്രാട നക്ഷത്രത്തിന്റെ 2, 3, 4 പാദങ്ങളാണ് മകരക്കുറിൽ വരുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം പൂർവിക സ്വത്ത് ലഭിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതിലൂടെ അവർക്കൊരു വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. ഉദ്യോഗലബ്ധിയും ധനലാഭവും പറയുന്നുണ്ട്. പക്ഷെ അശ്രദ്ധ മൂലം പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ബന്ധുജന വിരോധം ഉണ്ടാകാനൊരു സാധ്യതയും ഈ കൊല്ലമുണ്ട്. അതുകൊണ്ട് വാക്കുകൾ കൊടുക്കുമ്പോഴും അത് പ്രയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ നക്ഷത്ര ജാതകർ ഈ വർഷം ചെയ്യാൻ. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഒരു ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ്. മനക്ലേശം മൂലം ആരോഗ്യനാശം എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള മാനസിക സംഘടനകൾ ഉണ്ടാവുകയും അതിലൂടെ അവർക്ക് മെന്റൽ ഹെൽത്ത് മോശമായിപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. കുട്ടികൾക്ക് ഉത്തമമാണ്. അവർക്ക് വിദ്യാലബ്ധി, പുതിയ മേഖലകളിലേക്ക് പഠിക്കാൻ പോകാനുള്ള യോഗങ്ങൾ ഒക്കെയുണ്ട്. പക്ഷെ അപകടങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ വാഹനം തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ വർഷത്തെ കാണാൻ. അപകടങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക്
ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ വർഷം സാധിക്കുന്നതാണ്. പക്ഷെ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നേ ഉള്ളൂ. തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്ന ഒരു കാലമാണ്. കുറെ നാളുകളായി ആഗ്രഹിച്ചിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ തുടങ്ങാൻ സാധിക്കും. അതിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കരകയറാൻ അവർക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഉയർന്ന ജോലിയിലിരിക്കുന്ന ജാതകർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു കാലം കൂടിയാണ്, അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും. അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതി സൂക്ഷിക്കേണ്ടതാണ്. ഗുണദോഷ ഫലങ്ങളുണ്ട് ആരോഗ്യത്തിൽ. അതുപോലെ തന്നെ ബന്ധുജന വിയോഗം ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. അതിൽ കൂടുതൽ ദുഃഖിതരാവരുത്. നമ്മൾ യഥാർത്ഥ ഈശ്വരഭജനത്തോടു കൂടി ഈ വർഷം വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനും അത് നടപ്പിലാക്കാനും. അതേപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് അപകടകാലമാണ്. അവർക്ക് അശ്രദ്ധ മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് സൂക്ഷിക്കുക. പിന്നെ പറഞ്ഞ് പറ്റിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ എത്താം. നമ്മൾ മറ്റൊരാളുടെ വാക്ക് കേട്ട് അവരെ സഹായിക്കുകയും അതിലൂടെ ദുരിതത്തിലാവാനൊരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതാണ്. നിയമപ്രശ്നങ്ങളിൽ ചെന്നപ്പെടാതെ സൂക്ഷിക്കണം. എല്ലാ കാര്യത്തിനും യഥാശക്തി മനഃശക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വർഷം വലിയ ദോഷങ്ങളില്ലാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ്. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിന്റെ 1, 2 പാദങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം വാഹന യോഗം പറയുന്നുണ്ട്. അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു വാഹനം സ്വന്തമാക്കാനും അതിലൂടെ ഒരു ഉപജീവനം കണ്ടെത്താനും സാധിക്കുന്നതാണ്. ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. പലതരത്തിലുള്ള ടെൻഷനുകളും മാനസിക അസ്വാസ്ഥ്യങ്ങളും അതുമൂലം ദേഹാസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് ഈ വർഷം. വളരെയധികം ശ്രദ്ധയോടെ വേണം ബന്ധുജനങ്ങളുമായി സംസാരിക്കാനും അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും. അത് തനിക്ക് ഉപദ്രവമായി വരാനൊരു സാധ്യത ഉണ്ട്. പക്ഷെ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പല ദുരിതത്തിൽ നിന്നും കരകയറാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം നമ്മുടെ ബോധം അവിടെ ചില സമയത്ത് മറഞ്ഞു പോകുന്ന ഒരു കാലം കൂടിയാണ് ഈ വർഷം അവിട്ടത്തിന്റെ 1, 2 പാദത്തിലുള്ളവർക്ക്. ആരോഗ്യസ്ഥിതി സൂക്ഷിക്കണം. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പുതിയ ഒരു ജീവിതം തുടങ്ങാൻ സാധിക്കുന്നതാണ്. വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാനൊരു സാധ്യത, അല്ലെങ്കിൽ അത് ഉറയ്ക്കാനൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയും പറയുന്നുണ്ട്. പക്ഷെ ധനനഷ്ടം നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അശ്രദ്ധ മൂലം അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിലൂടെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും വഞ്ചന നേരിടുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളെ കാണാനും അതിനുവേണ്ടി ഗ്രഹിക്കാനും. വിദ്യാർത്ഥികൾക്ക് ഉത്തമമാണ്. പക്ഷെ അവരുടെ ആരോഗ്യനില ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം ഈ വർഷം ലഭിക്കുന്നതാണ്. മകരരാശിയിലുള്ള നക്ഷത്ര ജാതകർ അവരുടെ പ്രശ്നത്തിന് പരിഹാരമായും മനസ്സിന് ശാന്തിയും ധൈര്യവും ലഭിക്കുന്നതിനായിട്ടും ശാസ്താഭജനം നടത്തുന്നതും ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ പോകുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ഉത്തമമാണ്. RKG നെയ്യ്